നിയ്യത്ത് നിയ്യത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിൽ കരുതലാണ്. അത് കേവലം പറച്ചിൽ കൊണ്ട് മാത്രം മതിയാകുമോ? ഇല്ല. റമളാനിലെ നോമ്പിന് നിയ്യത്ത് ചെയ്യുന്നുണ്ട്. അടുക്കളയിൽ നിന്നാണ് നിയ്യത്ത്. അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കവേ പടച്ചോനെ ഭക്ഷണം വേവ് കൂടിയോ എന്നുള്ളതാ ചിന്ത. വേവ് കൂടിപ്പോയല്ലോ റബ്ബേ, ആ ഒരു ചിന്തയിലും ബേജാറിലും നിയ്യത്തും ചെയ്തിട്ടില്ല. വേഗം നവൈതു സൗമഗദിൻ അന്നദായി ഫറളി റമളാനി ഹാദിഹി സനത്തിൽ ഇല്ലാഹി തആല, കൊല്ലത്തെ ആയ ഫറളായ റമളാൻ മാസത്തിലെ നാളത്തെ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി നോറ്റി വീട്ടുവാൻ ഞാൻ കരുതി. അങ്ങനെ പറഞ്ഞു. അത് പറയുമ്പോൾ മനസ്സിലുള്ള ചിന്ത എന്താ? ഭക്ഷണം വേവ് കൂടിയല്ലോ റബ്ബേ, അല്ലെങ്കിൽ എരു കൂടിയല്ലോ പടച്ചോനെ. ഇതാണ് മനസ്സിലുള്ളത്. ഇങ്ങനെ മനസ്സിൽ മറ്റെന്തെങ്കിലും കാര്യവും നാവ് കൊണ്ട് പറച്ചിലും നിയ്യത്ത് സഹീഹാകുമോ? മിണ്ടണില്ലല്ലോ. സഹിയാവൂല. നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, മനസ്സിലുണ്ടാവലാണ് എന്ത്? നിയ്യത്ത് എന്നാൽ അൽ ഖസ്തു കരുതലാണ്. നാവ് കൊണ്ടൊന്നും മിണ്ടിയില്ല, പക്ഷേ മനസ്സിൽ ഇങ്ങനെ കരുതി, ഇക്കൊല്ലത്തെ അദായ ഫർളായ റമളാൻ മാസത്തിലെ നാളത്തെ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി നോറ്റി വീട്ടുവാൻ ഞാൻ കരുതി. അങ്ങനെ കരുത്ത് മനസ്സിൽ വന്നു. ഓക്കെ, കുഴപ്പമില്ല, നിയ്യത്ത് സഹീഹാകും. അപ്പൊ ശ്രദ്ധിക്കണം, അതോടൊപ്പം പറയലും സുന്നത്താണ്. സാധാരണ പള്ളികളിൽ നിന്ന് ജമാഅത്ത് കഴിഞ്ഞാൽ ഇമാമുമാർ നിയ്യത്ത് ചെയ്തു കൊടുക്കാറുണ്ട്. തറാവീഹിന് ശേഷം പള്ളിയിൽ വെച്ച് ഇമാമ് നിയ്യത്ത് ചെയ്തു കൊടുക്കും. ഇമാം ഇങ്ങനെ പറയും, നവൈതു നവൈതു സൗമഗദിൻ സൗമഗദിൻ അന്നദായി അന്നദായി, അങ്ങനെ ചൊല്ലിക്കൊടുക്കും. മാമൂമിങ്ങൾ ചൊല്ലും. നല്ല സംഗതിയാണ്. നിയ്യത്ത് വിട്ടുപോയാൽ നോമ്പ് നഷ്ടപ്പെടുമല്ലോ. അപ്പൊ അത് ഒരു ഓർമ്മപ്പെടുത്തലാണ് നിയ്യത്ത് വെച്ചു കൊടുക്കൽ. പക്ഷെ ഇത് കേവലം ഒരു തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയുന്നത് പോലെയുള്ള ഒരു പറച്ചിലായാൽ മാത്രം മതിയോ? മതിയാവില്ല. അപ്പോൾ നിയ്യത്ത് സ്വഹീഹാകില്ല. അതുകൊണ്ട് നിയ്യത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതി, അത് പറയുന്നതോടൊപ്പം ആ കരുത്ത് ഹൃദയത്തിൽ വരലാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിയ്യത്തിൽ നിർബന്ധമായ സംഗതിയാണ് തബീത്തുൻ നിയ്യ. നിയ്യത്ത് രാത്രിയിൽ തന്നെയാവണം. നിയ്യത്ത് രാത്രിയിലാവണം. അതായത് ഫജ്റു സ്വാദിഖ് മുതൽ സൂര്യൻ ഫജ്റു സ്വാദിഖ് വെളിവാകുന്നതിന്റെ മുമ്പ് നിയ്യത്ത് ചെയ്തിരിക്കണം. നോമ്പ് തുറക്ക കഴിഞ്ഞു, നോമ്പ് തുറന്നിട്ട് ഫജ്റു സ്വാദിഖ്, അതായത് സുബഹി ആകുന്നതിന് മുമ്പ് തന്നെ നിയ്യത്ത് ചെയ്തിരിക്കണം. എങ്കിലേ ആ നിയ്യത്ത് സഹീഹാകുള്ളൂ. അതും ശ്രദ്ധിക്കണം. അഥവാ ഒരാൾ ഒരു ദിവസം നിയ്യത്ത് മറന്നുപോയാലോ? നിയ്യത്ത് മറന്നുപോയി, ബാങ്കാണ്ട് കൊടുത്തപ്പോഴാണ് അല്ലാഹ് പടച്ചോനെ റബ്ബേ നിയ്യത്ത്. അങ്ങനെയൊക്കെ ഉണ്ടാവും. പൊതുവെ പലരും പലതരത്തിലുള്ള ഗഫ്ലത്തിലല്ലേ, പല ബേജാറിലല്ലേ. അതിന്റെ പുറമെ ഭക്ഷണം ഉണ്ടാക്കേണ്ട തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പലപ്പോഴും ഗഫ്ലത്തിലാണ്, അശ്രദ്ധയിലാണ്. പള്ളിയിൽ നിന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ സുബഹിന്റെ ബാങ്കുലി മുഴങ്ങിയപ്പോഴാണ്, ഫജ്റു സ്വാദിഖ് വെളിവായപ്പോഴാണ്, അല്ലാ ഞാൻ നിയ്യത്ത് ചെയ്തില്ലല്ലോ അല്ലാ. എന്നാ അപ്പം നിയ്യത്ത് ചെയ്താ മതിയോ? മതിയാവില്ല. നിയ്യത്ത് ചെയ്താൽ നിയ്യത്ത് സഹിയാവില്ല. അപ്പൊ പിന്നെ അന്ന് നോമ്പ് നോൽക്കണ്ടേ ഉസ്താദ്? സുഖായോ? പിന്നെ ഒരു ദിവസം കള വിട്ടാൽ മതിയോ? അന്ന് എന്ത് വേണമെന്നറിയോ? അന്ന് നിങ്ങൾക്ക് ശരിയായ നോമ്പില്ലെങ്കിലും ഒരു നോമ്പുകാരെ പോലെ തന്നെ മഗ്രിബ് വരെ നിൽക്കണം. ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റൂല, ഒരു വറ്റ് പോലും ഭക്ഷണം കഴിക്കാൻ പറ്റൂല. നോമ്പ് മുറിയുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളെ തൊട്ടൊക്കെ സൂക്ഷ്മത പാലിക്കണം. അത് നിർബന്ധമാണ്, ശ്രദ്ധിക്കണം. അതായത് ഇംസാക്ക് എന്ന് പറയും. ഇംസാക്ക് നിർബന്ധമാണ്. സുബ്ഹി മുതൽ മഗ്രിബ് വരെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പാടില്ല. ഈ കാര്യവും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ പരമാവധി. പിന്നെ ഉലമാ പറയുന്നൊരു സംഗതി ഉണ്ട്. ഇപ്പൊ റമളാന്റെ ആദ്യത്തെ രാത്രിയിലോ അല്ലെ രണ്ടാമത്തെ രാത്രിയിലോ ഒരാൾ ഇങ്ങനെ നിയ്യത്ത് ചെയ്തു. എങ്ങനെ? ഇക്കൊല്ലത്തെ റമളാൻ മാസത്തിലെ അദാ ആയ ഫർളായ
റമളാൻ മാസത്തിലെ 30 നോമ്പും അല്ലാഹു തആലാക്ക് വേണ്ടി നോറ്റി വീട്ടുവാൻ ഞാൻ കരുതി. അങ്ങനെ പറഞ്ഞാൽ ഷാഫി മദ്ഹബ് പ്രകാരം നോമ്പിന്റെ നിയ്യത്ത് സഹിഹാവില്ല. 30 നോമ്പും അതുകൊണ്ട് കിട്ടില്ല. എന്നാൽ ഒരു നോമ്പിന് ആ നിയ്യത്ത് മതിയാകും. അങ്ങനെ നിയ്യത്ത് ചെയ്തു വെച്ചാൽ റമളാനിലെ ഏതെങ്കിലും ഒരു നോമ്പിന് അത് മതിയാകും. അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം അഥവാ നിയ്യത്ത് മറന്നു പോയാൽ ആ ദിവസത്തിലേക്ക് ഈ നിയ്യത്ത് മതിയാകും. അതുകൊണ്ട് അങ്ങനെയൊന്ന് നിയ്യത്ത് ചെയ്തു വെക്കുന്നത് നല്ലതാണെന്ന് മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തുഹ്ഫയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊല്ലത്ത് റമളാൻ മാസത്തിലെ 30 നോമ്പും അല്ലാഹു തആലാക്ക് വേണ്ടി നോറ്റി വീട്ടുവാൻ ഞാൻ കരുതി എന്ന് പറഞ്ഞു. ആ നിയ്യത്ത് വെക്കലോടുകൂടെ പിന്നെ ഓരോ ദിവസവും നിർബന്ധമായും നോമ്പിന് നിയ്യത്ത് ചെയ്യണം കേട്ടോ. അഥവാ ഒരു ദിവസം മറന്നുപോയാൽ ഒരു നോമ്പിന് ഈ നിയ്യത്ത് മതിയാകുമെന്ന് ഇബ്നു ഹജർ തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാ. അല്ലാഹു തആല കാര്യങ്ങളൊക്കെ നമുക്ക് റാഹത്താക്കി തരട്ടെ. പിന്നെ പല ആളുകൾക്കും അതേ പ്രകാരം നോമ്പിന് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, സുബ്ഹി മുതൽ മഗ്രിബ് വരെ തുറക്കപ്പെട്ട ഒരു ദ്വാരത്തിലൂടെയും ഉള്ളിലേക്ക് ഒന്നും പ്രവേശിക്കാൻ പാടില്ല. അത് തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെയാണ്. ചെവി തുറക്കപ്പെട്ട ദ്വാരാണ്, മൂക്ക് തുറക്കപ്പെട്ട ദ്വാരാണ്, വായ തുറക്കപ്പെട്ട ദ്വാരാണ്, ജനനേന്ദ്രിയങ്ങൾ തുറക്കപ്പെട്ട ദ്വാരാണ്. അതിലൂടെ ഉള്ളിലേക്ക് ഒന്നും പ്രവേശിക്കാൻ പാടില്ല. മനഃപൂർവ്വം പ്രവേശിപ്പിച്ചാൽ നോമ്പ് ബാത്തിലാകും. എന്നാൽ കണ്ണ് തുറക്കപ്പെട്ട ദ്വാരമാണോ? അല്ല. കണ്ണ് തുറക്കപ്പെട്ട ദ്വാരം അല്ല. കണ്ണിൽ ഒരാൾ മരുന്നിറ്റിച്ചു, അയാൾക്ക് അതിന്റെ ഒരു രുചിയോ മറ്റോ അണ്ണാക്കിലേക്ക് എത്തിയെന്ന് തന്നെ വിചാരിക്കുക. എന്നാലും അയാളുടെ നോമ്പ് ബാത്തിലാകില്ല. കാരണം കണ്ണ് തുറക്കപ്പെട്ട ദ്വാരമല്ല. അതുപോലെ തലയിൽ എണ്ണട്ടു, എണ്ണയോ അതുപോലെ മറ്റെന്തെങ്കിലും മരുന്ന് തലയിലിട്ടു, അത് രോമകൂപത്തിലൂടെ ഉള്ളിലേക്ക് ഇറങ്ങി വന്ന് അണ്ണാക്കിൽ അതിന്റെ ഒരു രുചി അനുഭവപ്പെട്ടു എന്ന് വിചാരിക്കുക. എന്നാൽ പോലും നോമ്പിനത് ബാധകമല്ല. കാരണം രോമകൂപങ്ങൾ തുറക്കപ്പെട്ട ദ്വാരമല്ല. ഇഞ്ചക്ഷന്റെ വിഷയത്തിലൊക്കെ പലരും ആശങ്ക പ്രകടിപ്പിക്കാറുണ്ട്. ഇഞ്ചക്ഷൻ ചെയ്താൽ നോമ്പ് മുറിയുമോ? പ്രബലമായ അഭിപ്രായം, ഇഞ്ചക്ഷനൊക്കെ നോമ്പിന് മഗ്രിബിന് ശേഷം ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അല്ല, അത് പകലേ ചെയ്യാൻ പറ്റുള്ളൂ, സാഹചര്യം അങ്ങനെയാണ്, ചെയ്യൽ അനിവാര്യമായി വരികയും ചെയ്തു. എന്നാൽ പ്രബലമായ അഭിപ്രായം, ആശങ്കപ്പെടേണ്ട, ഇഞ്ചക്ഷൻ കൊണ്ട് നോമ്പ് മുറിയില്ല, അത് തുറക്കപ്പെട്ട ദ്വാരമല്ല എന്നതാണ്. അപ്പൊ അതൊക്കെ അനിവാര്യമായി വന്നാൽ വാക്സിനേഷന്റെ കാര്യത്തിലൊക്കെ സഹകരിക്കണം. അതൊക്കെ ചെയ്യേണ്ടവർ ചെയ്യുകയും ചെയ്യണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും അല്ലാഹു പൂർണ്ണമായും തൃപ്തിപ്പെടുന്ന, അവൻ സ്വീകരിക്കുന്ന നിലയിലുള്ള അമലുകൾ ചെയ്യാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ.